ഉമറുനുമാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. പ്രഭാതത്തിൽ കണ്ണു തുറന്നപ്പോൾ നക്ഷത്രങ്ങളുടെ നടുവിൽ നറുതിങ്കളെന്ന പോലെ തോഴിമാരാൽ ആവൃതയായി അവൾ മുമ്പിൽ നിൽക്കുന്നു. അവളുടെ വേഷവിധാനങ്ങൾ അത്യാകർഷകമായിരുന്നു. ഷേർഖാൻ മയങ്ങിപ്പോയി. തൻ്റെ താവളത്തിലെ സൈന്യങ്ങളെയും മന്ത്രിയെയുമെല്ലാം വിസ്മരിച്ചു. ഷേർഖാൻ അവളുടെ ഉജ്ജ്വല സൗന്ദര്യത്തെ വാഴ്ത്തിക്കൊണ്ട് ഒരു കവിത ചൊല്ലി. അവൾ പതുക്കെ പതുക്കെ അടുത്തു വന്നു. അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, നിങ്ങൾ ഷേർഖാനാണ്, ഉമർ അൽ നുഅ്മാൻ്റെ മഹാനായ പുത്രൻ. തുറന്നു പറയൂ, നാട്യമൊന്നും വേണ്ട. വ്യാജവാക്ക് രാജാക്കന്മാരുടെ പുത്രന്മാർക്ക് ചേരുന്നതല്ല. ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ഷേർഖാന് ബോധ്യമായി. പ്രിയപ്പെട്ടവളെ, അതെ, ഞാൻ ഷേർഖാൻ തന്നെ. വിധി എന്നെ നിസ്സഹായനാക്കി നിന്റെ പാദങ്ങളിൽ വീഴിച്ചിരിക്കുന്നു. നിന്റെ ഇച്ഛാനുസാരം പ്രവർത്തിച്ചു കൊള്ളുക. അവൾ മിഴികൾ താഴ്ത്തി ഒട്ടുനേരം ആലോചനയിലാണ്ടു. വീണ്ടും ഷേർഖാനെ നോക്കി പറഞ്ഞു, ഭയപ്പെടാതിരിക്കൂ. നിങ്ങൾ എൻ്റെ അതിഥിയാണെന്നത് മറന്നുവോ? ഇപ്പോൾ നിങ്ങൾ എൻ്റെ സംരക്ഷണയിലാണ്. ലോകം മുഴുവൻ തന്നെ വന്നാലും എൻ്റെ മരണത്തിന് ശേഷമേ നിങ്ങളെ തൊടാനാവൂ. അവൾ മഞ്ചത്തിൽ ഷേർഖാൻ്റെ അടുത്ത് വന്നിരുന്നു. യവന ഭാഷയിൽ തോഴിയോടെന്തോ മന്ത്രിച്ചു. അവൾ പോയി. പ്രഭാത ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ കൊണ്ടുവന്നു നിരത്തി. ഷേർഖാൻ ആശങ്കയോടെ അനങ്ങാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ആഹാരത്തിൽ വല്ല മരുന്നും കലർത്തിയിട്ടുണ്ടാകും എന്നാണ് ഭയം, അല്ലേ? എങ്കിലെനിക്ക് അത് ഇന്നലെ തന്നെ ആകാമായിരുന്നില്ലേ? അവൾ എല്ലാ പദാർത്ഥങ്ങളും അല്പാൽപ്പം എടുത്തു കഴിച്ചു. താൻ സംശയിച്ചതിൽ ഷേർഖാന് ലജ്ജ തോന്നി. സ്വർണ ചഷകങ്ങളിൽ വീഞ്ഞു പകർന്നു. സുഖകരമായ ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും ചേർന്നിരുന്ന് വിശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, ജീവിതം ആഹ്ലാദകരമാണ്, അനായാസവും. അവളുടെ തോഴിമാർ വീണയും ഓടക്കുഴലും മറ്റു വാദ്യോപകരണങ്ങളുമായി ആ തളീമത്തിൽ വന്നിരുന്നു. അവൾ മനോഹരമായൊരു ഗാനം ആലപിച്ചു. അത് കഴിഞ്ഞപ്പോൾ തോഴിമാരിലൊരുവൾ യവന ഭാഷയിൽ ഒരു മധുരഗീതം ആലപിച്ചു. ഗാനത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അവൾ ഷേർഖാനോട് ചോദിച്ചു. വാക്കുകൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആർദ്രമായ ആ മധുര രാഗങ്ങളുടെയും അങ്കുലികളുടെ ലാഘവത്തിൻ്റെയും ഭാഷ എനിക്ക് മനസ്സിലായി. അവൾ അറബിയിൽ ഒരു ഗീതം ആലപിച്ചു. വികാര തീവ്രതയാലും വീഞ്ഞിൻ്റെ ലഹരിയാലും ഷേർഖാൻ മൂർച്ഛിച്ചു പോയി. അയാൾ കണ്ണു തുറന്നപ്പോഴേക്കും അവൾ അപ്രത്യക്ഷയായി. എവിടെ എന്ന ചോദ്യത്തിന് ഉറക്കമാണ് എന്നായിരുന്നു തോഴിമാരുടെ മറുപടി. ആ രാത്രിയും അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്നു പ്രഭാതത്തിൽ ഒരുവൾ വന്ന് ഷേർഖാനെ ആ യുവതിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് കമനീയമായി അലങ്കരിച്ച ശയ്യാകാരമായിരുന്നു. അവൾ എഴുന്നേറ്റ് ഷേർഖാൻ്റെ കൈ പിടിച്ച് മഞ്ചത്തിലിരുത്തി. രാത്രി സുഖമായിരുന്നോ എന്നെല്ലാം കുശലപ്രശ്നം ചെയ്തു. പ്രേമികളുടെ അവസ്ഥാഭേദങ്ങളെക്കുറിച്ച് കവികൾ ഒരുപാടെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. ചിലതൊക്കെ ചൊല്ലിക്കേൾപ്പിക്കാമോ? ഷേർഖാന് ആ ചോദ്യം രസകരമായി തോന്നി. അയാൾ സുന്ദരമായ പല പ്രേമഗീതങ്ങളും ചൊല്ലിക്കേൾപ്പിച്ചു. ആ പകലും രാത്രിയും അവർ വീഞ്ഞു കുടിച്ചും കവിതകൾ ചൊല്ലിയും നർമ്മഭാഷണങ്ങളിൽ മുഴുകിയും കഴിച്ചുകൂട്ടി. മൂന്നാം ദിവസം രാവിലെ അയാളെ കൂട്ടിക്കൊണ്ടുപോയത് മനോഹരമായ മറ്റൊരു മുറിയിലേക്കാണ്. അവൾ ചോദിച്ചു, ഷേർഖാൻ, നിങ്ങൾക്ക് ചതുരംഗം കളിക്കാൻ അറിയാമോ? അറിയാം, പക്ഷേ ഈ വരികൾ പാടിയ ആ കവിയുടെ ഗതിയാകുമോ എന്നാണ് ഭയം. പ്രേമവ്യഥയാൽ എൻ്റെ ചുണ്ടുകൾക്ക് ചലിക്കാൻ വയ്യ. അവൾ ചതുരംഗം തുടങ്ങുന്നു. സ്വപ്നലീനമായ അവളുടെ ശോണഗണ്ഡങ്ങളുടെ തുടുപ്പാണ് കരുക്കൾക്ക് മീതെ. പ്രജ്ഞ മങ്ങിപ്പോകുന്നു. എൻ്റെ റാണിയെ നഷ്ടപ്പെട്ടു. ഹൃദയം തന്നെ പോയി. ഇത്ര കുഴയ്ക്കുന്ന കളി കണ്ടിട്ടേയില്ല. എനിക്ക് തടുക്കാനാകുന്നില്ല. നീക്കാനായത് ഒരു തേരും കാലാളും മാത്രം. പാവം എൻ്റെ രാജാവിനെ അവൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. കാലാൾക്ക് രാത്രിയെന്നും
തേരിന് ചുംബനമെന്നും പേരിടാൻ അവൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. അവൾ കരുക്കൾ നിരത്തി. അവളുടെ മുഖലാവണ്യം മുഖർന്നുകൊണ്ടിരുന്ന ഷേർഖാന്റെ കണ്ണുകൾക്ക് കരുക്കളൊക്കെ തെറ്റിപ്പോയി. വിജയിനിയായ അവൾ പൊട്ടിച്ചിരിച്ചു. നിന്നോട് തോൽക്കുന്നത് തന്നെ എൻ്റെ വിജയമല്ലേ? തുടർന്ന് സദ്യയും സതിരും നടന്നു. പെട്ടെന്നാണ് പുറത്തൊരു കോലാഹലം കേട്ടത്. ഊരിപ്പിടിച്ച വാളുമായി കുറേ ക്രിസ്ത്യൻ പടയാളികൾ ഓടിക്കയറി. ഷേർഖാൻ നമ്മുടെ കയ്യിലായി, അയാളുടെ കഥ കഴിഞ്ഞത് തന്നെ, അവർ ആർത്തു വിളിച്ചു. ആതിഥേയ തന്നെ ചതിച്ചോ? ഷേർഖാൻ പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ മുഖം വല്ലാതെ വിളർത്തിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവൾ പടയാളികളോട് ചോദിച്ചു. ഷേർഖാൻ ഒരു തൂണിന് പിന്നിൽ ഒളിച്ചു നിന്നു. അവരുടെ നേതാവ് ചോദിച്ചു, ഇബ്രീസ രാജ്ഞി, ആ മനുഷ്യൻ മഠത്തിനുള്ളിലുണ്ടായിരുന്നത് അവിടെ നിറഞ്ഞിരുന്നില്ലേ? ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഉമർ അൽ നുഅ്മാൻ്റെ മകൻ ഷേർഖാനെക്കുറിച്ച്. ഭവതിയുടെ പിതാവും ഞങ്ങളുടെ പ്രഭുവുമായ ഹർദൂബ് രാജാവിനെ വിനാശകാരിയായ ആ വൃദ്ധ ഷേർഖാൻ ഈ മഠത്തിനുള്ളിലുണ്ടെന്ന് വാർത്ത അറിയിച്ചിരിക്കുന്നു. ആ സിംഹത്തെ വലയിലാക്കിയ ഭവതിയുടെ സാമർഥ്യം പ്രശംസനീയമാണ്. ഹർദൂബിൻ്റെ പുത്രിയായ ഇബ്രീസയുടെ മുഖം കോപാരുണമായി. നിങ്ങൾ എന്തു പറഞ്ഞു? അവളുടെ സ്വരം കടുത്തു. അനുവാദം വാങ്ങാതെ എൻ്റെ മഠത്തിൽ കയറി വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ആരും എന്നെ തടഞ്ഞില്ല. പിതാവിൻ്റെ കൽപ്പനയാണ്. ഷേർഖാനെ വിട്ടുതരൂ. ഇബ്രീസ കോപം കൊണ്ട് ജ്വലിച്ചു. ഭ്രാന്ത് പറയുന്നുവോ? ആ കിഴവി പെരും കള്ളിയാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ഇവിടെ ഒരാൾ ഉണ്ടെന്നത് ശരി തന്നെ, പക്ഷേ അത് ഷേർഖാനൊന്നുമല്ല. വിദേശിയായ ഒരു യാത്രക്കാരനാണ്. ഷേർഖാനായിരുന്നാൽ തന്നെയും എൻ്റെ അതിഥിയായിരിക്കുന്നിടത്തോളം ആർക്കും അയാളെ തൊടാനാവില്ല. ചെല്ലൂ, ചെന്ന് വൃദ്ധയുടെ കള്ളക്കഥ പിതാവിനെ അറിയിക്കൂ. പടനായകൻ അനങ്ങിയില്ല. അയാളെയും കൊണ്ടല്ലാതെ ചെല്ലാൻ വയ്യെന്നാണ് കൽപ്പന. നിങ്ങൾ അനാവശ്യമായി കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നുവോ? യുദ്ധമല്ലേ നിങ്ങളുടെ ജോലി? അതിന് ശമ്പളവും തരുന്നുണ്ട്. മറ്റു കാര്യങ്ങളിൽ തലയിടേണ്ടതില്ല. കടന്നു പോകൂ. എൻ്റെ അതിഥി ഷേർഖാനാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ പോലും അദ്ദേഹത്തെ തൊട്ടുപോയാൽ നിങ്ങളുടെയും അനുയായികളുടെയും തല കാണില്ല. നിൽക്കൂ, ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. കാണണമല്ലോ. ഇവിടെ ഭവതിയുടെ കോപം, അപ്പുറത്ത് പിതാവിൻ്റെ കോപം. ഞാൻ എന്ത് ചെയ്യും? ഷേർഖാനെ ബന്ധിച്ച് രാജാവിൻ്റെ മുൻപിൽ കൊണ്ട് ചെല്ലുകയേ നിർവാഹമുള്ളൂ. അത് വേണ്ട. നിങ്ങൾ വലിയ ധീരയോദ്ധാവാണല്ലോ. എൻ്റെ അതിഥിയുമായി ഇവിടെ വെച്ച് തന്നെ ഏറ്റുമുട്ടിക്കൊള്ളുക. നിങ്ങൾ പലരുമുണ്ടല്ലോ. ഒരാൾ തോറ്റാൽ മറ്റൊരാൾ. അങ്ങനെ ഓരോരുത്തനായി പരീക്ഷിച്ചു നോക്കുക. ശരി, അങ്ങനെയാകാം. ആദ്യം നേരിടുന്നത് ഞാൻ തന്നെയാകാം. നിൽക്കൂ, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. സമ്മതമാണെങ്കിൽ സമരപരീക്ഷയാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ സുരക്ഷിതനായ അതിഥിയായിരിക്കും. ഇബ്രീസ അകത്ത് ചെന്ന് ഷേർഖാനുമായി ആലോചിച്ചു. ഷേർഖാൻ പറഞ്ഞു, ഞാൻ ഏകയോദ്ധാവിനോട് എതിരിടാറില്ല. 10 പേർ ഒരുമിച്ച് വരണം, എന്നാലേ യുദ്ധം ചെയ്യൂ. ഷേർഖാൻ തൻ്റെ വാളൂരി ക്രിസ്ത്യൻ പടയാളികളുടെ നേരെ കുതിച്ചു. ക്ഷണനേരം കൊണ്ട് ആ പടയാളികളെല്ലാം തലയറ്റു നിലം പതിച്ചു. ഷേർഖാന്റെ അജയ്യ പരാക്രമം ഇബ്രീസയുടെ ഹൃദയത്തിൽ വളരെ മതിപ്പുളവാക്കി. ഇദ്ദേഹത്തോടായിരുന്നല്ലോ ഞാൻ ഗുസ്തി പിടിക്കാൻ പുറപ്പെട്ടത്. അവൾ തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് ആലോചിച്ചു. അവൾ ഷേർഖാന്റെ വീരഹസ്തങ്ങൾ ഗ്രഹിച്ച് സ്നേഹാദരങ്ങളോടെ ചുംബിച്ചു. ചിതറിക്കിടക്കുന്ന തലകൾ എണ്ണി നോക്കി. 80 എണ്ണം. വിശ്രമശാലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇബ്രീസ തൻ്റെ മേലങ്കിയിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന ഒരു ഇന്ത്യൻ വാള് വലിച്ചെടുത്തു. വേണ്ടി വന്നാൽ താങ്കളെ സഹായിക്കാനായി ഞാനിത് മുൻപേ കരുതിയതാണ്. പക്ഷേ ആവശ്യം വന്നില്ല. വിസ്മയപൂർവമായ പുഞ്ചിരിയായിരുന്നു ഷേർഖാന്റെ മറുപടി. അവൾ തൻ്റെ മഠത്തിലെ ജോലിക്കാരെ വിളിച്ച് ചോദിച്ചു, എൻ്റെ അനുവാദമില്ലാതെ പടയാളികളെ ഉള്ളിൽ കയറ്റിയതെന്തിന്? എന്നെ അപമാനിക്കാനും അതിഥിയെ കൊല്ലാനുമായിരുന്നു മോഹം അല്ലേ? രാജ്ഞി ഷേർഖാനോട് അവരുടെ തല കൊയ്യാൻ പറഞ്ഞു. ഷേർഖാൻ അവളുടെ ആജ്ഞ അനുസരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ഷേർഖാനോട് തൻ്റെ കഥ പറയാൻ തുടങ്ങി. ഹർദൂബ് എന്ന ഗ്രീക്ക് രാജാവിൻ്റെ ഏക പുത്രിയാണ് ഞാൻ. ആ വൃദ്ധയുണ്ടല്ലോ, വിനാശകാരിണി, അവൾ എൻ്റെ പിതാവിൻ്റെ ആയയാണ്. അവർക്ക് രാജധാനിയിൽ വലിയ സ്ഥാനമാണ്.
കിഴവി എൻ്റെ ആജന്മ ശത്രുവാണ്. അതിൻ്റെ കാരണം തൽക്കാലം ഞാൻ വെളിവാക്കുന്നില്ല. അക്കാര്യവുമായി പല യുവതികളും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനത് പിന്നീട് പറഞ്ഞു തരാം. വൃദ്ധ ഇവരുടെ മരണവാർത്ത അറിയുമ്പോൾ പിതാവിനെ പ്രേരിപ്പിച്ച് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ ഇസ്ലാം മതം മുറുകെ പിടിച്ചിരിക്കുന്നു എന്നായിരിക്കും ആക്ഷേപം. രാജ്യം വിട്ടു പോകുക, അത് മാത്രമാണ് എൻ്റെ ഏക രക്ഷാമാർഗം. എന്നെ സഹായിക്കൂ. താങ്കളല്ലേ ഇതിനൊക്കെ കാരണം. അടുത്ത ഭാഗം നാളെ.